Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നാലാമത്തെ യൂണിറ്റിലെ, അതായത് രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ്, അതായത് അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ദ ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന പോയമാണ്. ഈ കവിതയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കവിതയുടെ തീം, അതുപോലെ തന്നെ ഫോം, പിന്നെ ഈ കവിതയിൽ വരുന്ന സിംബോളിസം, അതുപോലെ തന്നെ ഇമാജറി, ഇതിൻ്റെയൊക്കെ പ്രാധാന്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോട്ട് സഹിതം, സാധാരണ പറയുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെയൊക്കെ നോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ the form of the poem the blessed damozel. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് വരുന്നത്. ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിത, ആ കവിതയുടെ ഫോമിനെ കുറിച്ച് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, എന്താണ് ഒരു കവിതയുടെ ഫോം? ദ സ്ട്രക്ചർ ഓഫ് എ പോയം ഈസ് ഇറ്റ്സ് ഫോം. ഒരു കവിതയുടെ സ്ട്രക്ചറിനാണ് നമ്മൾ ആ കവിതയുടെ ഫോം എന്ന് പറയാം. അപ്പോൾ കവിതയുടെ സ്ട്രക്ചർ, അതിൻ്റെ ഘടനയാണ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ്, അതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു ഫോം എന്ന് പറയുമ്പോൾ, ആ ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, അതിൽ ഉൾക്കൊള്ളുന്നത് ആസ്പെക്ട്സ് സച്ച് ആസ് ലൈൻ ലെങ്ത്സ് ആൻഡ് മീറ്റേഴ്സ്. അപ്പോൾ എന്തൊക്കെ വശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നത്? ചില ആസ്പെക്ട്സ് ആണ്, ചില വശങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അതിൽ വരുന്നത് ലൈൻ ലെങ്ത്സ് ആൻഡ് മീറ്റേഴ്സ്. ഒരു കവിതയിലെ ലൈനിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ മീറ്റേഴ്സും. അപ്പോൾ കവിതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലൈനിൻ്റെ ലെങ്ത്തിനനുസരിച്ച് അതിൽ മീറ്ററിന് മാറ്റം വരും കേട്ടോ. പിന്നെ സ്റ്റാൻസ ലെങ്ത്സ്, സ്റ്റാൻസ ഉണ്ടല്ലോ. സ്റ്റാൻസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രോസിൽ, സ്റ്റോറിയിലൊക്കെ പാരഗ്രാഫ് എന്ന് പറയും. കവിതയിൽ നമ്മൾ സ്റ്റാൻസ എന്നാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് ഫോം എന്ന് പറയുമ്പോൾ സ്റ്റാൻസയുടെ ലെങ്ത് ആണ്. മീൻസ് സ്റ്റാൻസയിൽ എത്ര വരികളുണ്ട്. അതുപോലെ റൈം സ്കീം, അതുപോലെ ആൻഡ് സീക്വൻസ് ഓഫ് റിപ്പീറ്റേഷൻ. ചില കവിതയിൽ ചില വരികൾ, ചില ഫ്രേസുകൾ റിപ്പീറ്റ് ചെയ്ത് വരും, ആവർത്തിച്ച് വരും. അപ്പോൾ ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്ന സീക്വൻസസ് ഓഫ് റിപ്പീറ്റേഷൻ, ഈ 4 കാര്യങ്ങളാണ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ പരിഗണിക്കുന്നത്. The poem The Blessed Damozel is divided into 24 stanzas. ഈ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിത 24 സ്റ്റാൻസകളാണ് ഈ കവിതയിലുള്ളത്. ഈ കവിതയെ 24 സ്റ്റാൻസകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് 6 ലൈൻസ് ഈച്ച്. ഓരോ സ്റ്റാൻസയിലും 6 വീതം വരികളാണുള്ളത്. ABCBDB is the recurring rhyming scheme. ഇതാണ് ഈ കവിതയിൽ ആവർത്തിച്ച് വരുന്ന റൈം സ്കീം. നമുക്കറിയാം 24 സ്റ്റാൻസ ഉണ്ട്. 24 സ്റ്റാൻസയിലും സെയിം റൈം സ്കീം ആവർത്തിച്ച് വരുന്നു. ദ മീറ്റർ, ഈ കവിതയിലെ മീറ്റർ എന്ന് പറയുന്നത്, ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിതയിലെ മീറ്റർ ഈസ് യാംബിക് ടെട്രാമീറ്റർ. ഏതാ മീറ്റർ വരുന്നത്? യാംബിക് ടെട്രാമീറ്റർ ആണ് ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ വിത്ത് 4 സ്ട്രെസ്ഡ് സിലബിൾസ് ആൻഡ് 4 അൺസ്ട്രെസ്ഡ് സിലബിൾസ്. അപ്പോൾ യാംബിക് ടെട്രാമീറ്ററും അതോടൊപ്പം തന്നെ 4 സ്ട്രെസ്ഡ് സിലബിളും 4 അൺസ്ട്രെസ്ഡ് സിലബിളും വീതം വരുന്നുണ്ട്.
അപ്പൊ 4 സ്ട്രെസ്ഡ് സിലബിള് അതുപോലെ തന്നെ 4 അൺസ്ട്രെസ്ഡ് സിലബിൾസ് വീതം വരുന്ന യാംബിക് പെന്റാമീറ്ററിൽ വരുന്നതാണ് ഈ കവിത. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ കവിതയുടെ ഫോം പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊന്ന് അങ്ങോട്ട് വായിച്ചു പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് തീംസ് ഡീൽഡ് ഇൻ ദ ബ്ലെസ്ഡ് ഡാമോസൽ? ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിത, ഈ കവിതക്കകത്ത് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള തീമുകൾ ഏതൊക്കെയാണ്? ദ മേജർ തീംസ് ഓഫ് ദ പോയം ആർ, ഈ കവിതയിൽ വരുന്ന പ്രധാന തീമുകൾ: 1 ലവ് ബിയോണ്ട് ഡെത്ത്, 2 ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്, 3 റിലീജിയൻ. പ്രധാനമായിട്ടും 3 തീംസ് ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. 1 ലവ് ബിയോണ്ട് ഡെത്ത്, മരണത്തിനതീതമായ സ്നേഹം. എന്താ ഈ ലവ് ബിയോണ്ട് ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തോടു കൂടി നിൽക്കാത്തത്, അതാണ് ബിയോണ്ട്. മരണത്തിനതീതം, മരണത്തിൽ സ്റ്റോപ്പ് ആവാത്ത, മരണത്തിന് ശേഷവും തുടരുന്ന സ്നേഹം. ദ അഫെക്ഷൻ ആൻഡ് ഡിസയർ ഓഫ് 2 ലവേഴ്സ് ഫോർ ഈച്ച് അതർ, 2 ലവേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഉള്ള അവരുടെ സ്നേഹവും അവരുടെ ആഗ്രഹവും. അവരുടെ ദ അഫെക്ഷൻ ആൻഡ് ഡിസയർ, അവരുടെ സ്നേഹവും അവരുടെ ഡിസയറും. അവ 2 ലവേഴ്സിന്, 2 ലവേഴ്സിന് പരസ്പരമുള്ള അവരുടെ സ്നേഹവും അവരുടെ ആഗ്രഹവും. ട്രാൻസെൻഡ് ടൈം ആൻഡ് ഡെത്ത് ഇൻ ദ ബ്ലെസ്ഡ് ഡാമോസൽ. ബ്ലെസ്ഡ് ഡാമോസൽ എന്ന ഈ കവിതയിൽ 2 ലവേഴ്സിന്റെ പരസ്പര സ്നേഹം അതുപോലെ അവരുടെ ആഗ്രഹം ജീവിതത്തെയും അതുപോലെ തന്നെ സമയത്തെയും അതിജീവിക്കുന്നു. ട്രാൻസെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അല്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ടൈം, ഇത് രണ്ടും 2 അതിരുകളാണ്, 2 ബൗണ്ടറീസ് ആണ്. മിക്കവാറും കാര്യങ്ങൾ ഈ 2 അതിരോടുകൂടി ബൗണ്ടറിയോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന ഈ കവിതയിൽ ഇവിടുത്തെ 2 ലവേഴ്സിന്റെ പരസ്പര സ്നേഹവും ആഗ്രഹവും, പ്രധാനപ്പെട്ട ഭൂമിയിലെ 2 ബൗണ്ടറികളായിട്ടുള്ള സമയവും അതുപോലെ തന്നെ മരണവും, ഈ 2 ബൗണ്ടറിയിൽ വെച്ച് സ്റ്റോപ്പ് ആവുന്നില്ല. പകരം ഈ 2 ബൗണ്ടറികളെ കടന്നു പോകുന്നു, മറികടക്കുന്നു. ദാറ്റ് ഈസ് ട്രാൻസെൻഡ്. ദ ഡാമോസൽ ക്യാൻ ബി ഹാപ്പി. ഡാമോസലിന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? സിൻസ് ഷീ കീപ്സ് വെയിറ്റിംഗ് ഫോർ ഹെർ ബിലവഡ്. അവളുടെ ബിലവഡിനു വേണ്ടി, അവളുടെ കാമുകന് വേണ്ടി അല്ലെങ്കിൽ അവളുടെ സ്നേഹഭാജനത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനും കൊണ്ട്, അവളുടെ ബിലവഡിനെ, അവളുടെ സ്നേഹഭാജനം അല്ലെങ്കിൽ പ്രേമഭാജനത്തെ കാത്തിരിക്കുന്നത് കൊണ്ട് അവൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അവളുടെ മനസ്സ് ഹാപ്പി ആവുന്നില്ല. ഇതാണ് ലവ് ബിയോണ്ട് ഡെത്ത്. രണ്ടാമത്തെ തീം ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്, മരണത്തിനതീതമായ ദുഃഖം. നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ് എന്ത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ദുഃഖമില്ല, വേദനയില്ല. മരണത്തോടു കൂടി ഒരാളുടെ, കാരണം ആളുകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവരുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും എന്ന വിശ്വാസം അല്ലേ? അതുകൊണ്ടാണ് ചില ആളുകൾ ഒരുപാട് കടമുണ്ടായിരിക്കും, ചില ആളുകൾക്ക് മാറാത്ത തീരാ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർ ചിന്തിക്കാണ് ജീവിതത്തിൽ അവരുടെ പ്രയാസങ്ങളും അവരുടെ രോഗങ്ങളും ഒരിക്കലും മാറില്ല. പിന്നെ അവർ കരുതുകയാണ് മരണത്തോടു കൂടി മാത്രമേ അവരുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾക്കൊരു അറുതി അല്ലെങ്കിൽ ഒരു എൻഡ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ബ്ലെസ്ഡ് ഡാമോസലിന്റെ ഗ്രീഫ്, അവളുടെ ദുഃഖം എന്താണ്? മരണത്തിനും അതീതമാണ്, മരണത്തോടെയും നിൽക്കുന്നില്ല. ഡാമോസൽസ് ഡെത്ത് ട്രിഗേർഡ്, ഡാമോസലിന്റെ ഡെത്ത് ട്രിഗർ ചെയ്യുന്നു. ട്രിഗർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
കാരണമാവുക. എന്തിന് കാരണമാവുന്നു? ദ പോയംസ് ഇമോഷൻസ് ഓഫ് ഹോപ്പ്. ഈ കവിതയുടെ ഇമോഷൻസ് ആയിട്ടുള്ള ഹോപ്പ്, ഡിസയർ ആൻഡ് സാഡ്നെസ്. ഈ കവിതയിൽ നമ്മൾ കാണുന്ന, വേണമെങ്കിൽ ഈ കവിതയുടെ ടോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കവിതയുടെ ഇമോഷൻസ് ആയിട്ടുള്ള ഹോപ്പ്, പ്രതീക്ഷ, ഡിസയർ ആഗ്രഹം, അതുപോലെ തന്നെ സാഡ്നെസ് ദുഃഖം, ഇവയെ ട്രിഗർ ചെയ്യുന്നത് ഡാമോസലിന്റെ ദുഃഖമാണ്. ഡാമോസലിന്റെ മരണശേഷമുള്ള ദുഃഖം, ഡാമോസൽസ് ഡെത്ത്, ഡാമോസലിന്റെ മരണം. ആ മരണമാണ് എന്ത് ചെയ്യുന്നത്? ട്രിഗർ ചെയ്യുന്നത്. ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ കാരണമാവുക, ട്രിഗർ ചെയ്യുക കേട്ടോ. അപ്പൊ ഡാമോസലിന്റെ മരണം ഈ കവിതയിലെ പ്രധാന ഇമോഷൻസ് ആയിട്ടുള്ള ഹോപ്പ്, സാഡ്നെസ് ആൻഡ് ഡിസയർ എന്നിവയെ ട്രിഗർ ചെയ്യുന്നു. She has been dead for 10 years according to the poem. ഈ കവിതയനുസരിച്ച് അല്ലെങ്കിൽ ഈ കവിതയിൽ പറയുന്നതനുസരിച്ച് ഡാമോസൽ മരിച്ചിട്ട് 10 വർഷമായിട്ടുണ്ട്. ബട്ട് ടു ദ ലവർ ഹു റിമൈൻസ് ഓൺ എർത്ത്, പക്ഷെ ഭൂമിയിലുള്ള അവളുടെ കാമുകനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥത്തിൽ ഈ കവിത പറയുന്നത് പ്രകാരം അവൾ മരിച്ച് 10 വർഷമായെങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന അവളുടെ കാമുകനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഫീൽസ് 10 times that long. അതായത് അതിൻ്റെ 10 മടങ്ങ് കഴിഞ്ഞ പോലെയാണ്. യഥാർത്ഥത്തിൽ അവൾ മരിച്ചിട്ട് 10 വർഷമായെങ്കിലും അവളുടെ ലവർക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ 10 മടങ്ങാണ് അല്ലെ. 10 times എന്ന് പറയുമ്പോൾ 10 into 10 ഈസ് ഈക്വൽ ടു 100 അല്ലേ. 10 മടങ്ങ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 വർഷമായ പോലെ, അതുപോലെയാണ് ആർക്ക് ഫീൽ ചെയ്യുന്നത്? അവളുടെ കാമുകന് ഫീൽ ചെയ്യുന്നത്. അടുത്ത തീം എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. 3 തീമാണ് വരുന്നത്. മൂന്നാമത്തേത് റിലീജിയൻ. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കാം. മൂന്നാമത്തെ തീമാണ് റിലീജിയൻ. The love between the damosel and her lover is depicted more in religious terms than in the romantic terms in the blessed damosel. The blessed damosel എന്ന് പറയുന്ന ഈ കവിതയിൽ ഡാമോസലും അവളുടെ ലവറും തമ്മിലുള്ള സ്നേഹം, ആ സ്നേഹത്തെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത് റൊമാൻറ്റിക് ആയിട്ടല്ല, പകരം അതൊരു മതപരമായിട്ടുള്ള ഒരു പ്രണയം. അതൊരു റൊമാൻറ്റിക് രീതിയിലല്ല, റൊമാൻസിന് പ്രാധാന്യം നൽകിയിട്ടല്ല, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലല്ല, മറിച്ച് അതൊരു റിലീജിയസ് ടേമിൽ, അതായത് ഒരു റിലീജിയസ് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ, മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവരുടെ സ്നേഹത്തെ ഇവിടെ വരച്ച് കാണിക്കുന്നത്, ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. She imagines that blessed damosel സങ്കൽപ്പിക്കാണ്. Her beloved will come to her. അവളുടെ ബിലവുഡ്, അവളുടെ കാമുകൻ മരണപ്പെട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ she will take him to Mary. മേരി ഉണ്ടല്ലോ, കന്യാമറിയം, അവൾ നേരെ അവളുടെ കാമുകനെ മേരിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ടു പ്രൊക്ലെയിം ദെയർ ലവ്, അവിടെ വെച്ച് അവരുടെ സ്നേഹം അവള് മേരിക്ക് മുന്നിൽ പ്രഖ്യാപിക്കും. ദേ വിൽ ബി ബ്രോട്ട് ബിഫോർ ജീസസ് ക്രൈസ്റ്റ് ബൈ മേരി. അങ്ങനെ 2 പേരെയും മേരി യേശുക്രിസ്തുവിന്റെ മുൻപിൽ കൊണ്ടെത്തിക്കും. ആൻഡ് വിൽ റിമൈൻ ഫോർ എവർ ടുഗദർ ഇൻ ഹെവൻ. ശേഷം 2 പേരും ഒരുമിച്ച് അവിടെ സ്വർഗത്തിൽ താമസിക്കും എന്നാണ് ആര് സങ്കല്പിക്കുന്നത്? ബ്ലെസ്ഡ് ഡാമോസൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവളുടെ സ്നേഹം ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, വരച്ച് കാണിക്കുന്നത് ഒരിക്കലും ഒരു റൊമാൻറ്റിക് ടേംസിലല്ല, പകരം റിലീജിയസ് ടേംസിലാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ മതപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് വരച്ച് കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിലെ തീംസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലാബറേറ്റ് ഓൺ ദ ഇമാജറി എംപ്ലോയിഡ് ഇൻ ദ ബ്ലെസ്ഡ് ഡാമോസൽ. ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിത,
ആ കവിതയിലെ ഇമാജറികളെ വിശദീകരിക്കാം. ഇമാജറീസിനെ ഇലാബറേറ്റ് ചെയ്യാം. ഇലാബറേറ്റ് വിശദീകരിക്കാം. Throughout the poem, the poet uses religious imagery. ഈ കവിതയിലുടനീളം മതപരമായിട്ടുള്ള ഇമാജറിയാണ് കവി ഉപയോഗിക്കുന്നത്. In portraying the relationship between damosel and her beloved. ഡാമോസലും അവളുടെ ലവറും അവരുടെ സ്നേഹത്തെ വരച്ച് കാണിക്കുന്നതിന് വേണ്ടി ഈ കവിതയിലുടനീളം കവി റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഇമാജറിയാണ് ഉപയോഗിക്കുന്നത്. ദ ഡെപിക്ഷൻ ഓഫ് ദ ഡാമോസൽ ആസ് എ പയസ് വുമൺ. ഈ കവിതയിൽ ഡാമോസലിനെ ഒരു പയസ് വുമൺ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്, ദൈവവിശ്വാസി. The depiction of the damosel as a pious woman in heaven. സ്വർഗത്തിലിരിക്കുന്ന, നല്ല വിശ്വാസി അല്ലാത്ത ഒരാൾ സ്വർഗത്തിൽ എത്തൂലല്ലോ. അവ സ്വർഗത്തിലിരിക്കുന്ന ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീ. ലോങ്ങിങ് ഫോർ ഹെർ ലവർ. അവളുടെ ലവറെ ആഗ്രഹിച്ചിരിക്കുക. ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാനാണ്. ലോങ്ങിങ് ഫോർ ഹെർ ലവർ. അപ്പോ തൻ്റെ കാമുകനെ കാത്തിരിക്കുന്ന, ഡാമോസലിന്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ച് കാണിക്കുന്നത്, അതാണ് ഒരു ഇമാജറി. അടുത്തത് ദ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, സ്വർഗത്തിലുള്ള സംഭവങ്ങൾ അതിനെ വിവരിക്കാം. അതായത് സ്വർഗത്തിലുള്ള തൂണിനെ കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ കമ്പിയിൽ അവിടെ ചാരി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അതിരിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫെൻസ് വേലിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, അവിടെയുള്ള വസ്തുക്കളെ കുറിച്ചുള്ള വിവരണങ്ങൾ. ഓൾ ദീസ് ഇമാജസ്, ഈ സങ്കല്പങ്ങൾ, ഈ ഇമാജസ്, ഈ ചിത്രങ്ങൾ, വാക്കുകളിലൂടെയുള്ള ഈ വർണ്ണനകൾ reinforce the idea of the ascension of souls who make it to heaven. ഈ ഒരു വിവരണങ്ങളിലൂടെ കവി എന്തു ചെയ്യുന്നു? സ്വർഗത്തിലേക്കുള്ള ആത്മാക്കളുടെ ആരോഹണം, സ്വർഗത്തിലേക്കുള്ള ആത്മാക്കളുടെ അസെൻഷൻ, ആത്മാക്കളുടെ പ്രവേശനത്തെ ശക്തിപ്പെടുത്തുന്നു. സ്വർഗത്തിലേക്ക് ആത്മാക്കൾ എൻ്റർ ചെയ്യാം. നല്ല ആത്മാക്കള് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്ന കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഇമാജറി ചെയ്യുന്നത്. ദ പോയം ഓൾസോ മെൻഷൻസ് ദാറ്റ്. ഈ കവിതയിൽ മറ്റൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താ അത്? ദ ഡാമോസൽ ഈസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഷീ വിൽ ബി ഏബിൾ ടു കൺവിൻസ് മേരി ആൻഡ് ജീസസ്. അവരുടെ സ്നേഹം, അവരുടെ സ്നേഹം ജീസസിനെയും അതുപോലെ തന്നെ മേരിയെയും ബോധ്യപ്പെടുത്താൻ അവൾക്ക് കഴിയും എന്നുള്ള അവളുടെ ആത്മവിശ്വാസം ഇവിടെ കാണുന്നു. മാത്രമല്ല, ടു ലെറ്റ് ഹെർ ലവർ സ്റ്റേ വിത്ത് ഹെർ ഇൻ ഹെവൻ ഫോർ എവർ വെനെവർ ഹി ഗെറ്റ്സ് ദർ. എപ്പോഴാണോ അവളുടെ ലവർ അവിടെ എത്തുന്നത്, സ്വർഗത്തിൽ എത്തുന്നത്, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്നേഹം മേരിയെയും ജീസസിനെയും ബോധ്യപ്പെടുത്തിയിട്ട് സ്വർഗത്തിൽ അവർക്ക് രണ്ടുപേർക്കും താമസിക്കാൻ ഉള്ള ഒരു അനുമതി നേടിയെടുക്കാൻ അവൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം നമ്മൾ ഈ കവിതയിൽ കാണുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇമാജറി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിംബൽസ് ഇൻ ദ ബ്ലെസ്ഡ് ഡാമോസൽ. ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിതയിലെ സിംബലിന്റെ പ്രാധാന്യം. അപ്പൊ ഇതോടുകൂടി ഈ ഒരു യൂണിറ്റ് കഴിയാണ്, അതായത് 4ാമത്തെ യൂണിറ്റ് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് ബ്ലെസ്ഡ് ഡാമോസൽ എന്നുള്ളതിലെ സിംബൽസിന്റെ പ്രാധാന്യം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, എന്താണ് സിംബൽസും ഇമാജറിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമാജറി ആൻഡ് സിംബൽ? സിംബലും ഇമാജറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് സിംബൽ എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. സിംബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശയത്തെയോ മറ്റോ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും തിങ്സിനെ ഉപയോഗിക്കാം. ഏതുപോലെ നിറങ്ങൾ, കളേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ കളേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശയത്തെ കാണിക്കുന്നതിന് വേണ്ടി, ഒരു ആശയത്തെ പ്രസന്റ് ചെയ്യുന്നതിനു വേണ്ടി, ഒരാശയത്തെ ഒരു വസ്തുവിലൂടെയോ അല്ലെങ്കിൽ ഒരു നിറത്തിലൂടെയോ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ പരിശുദ്ധിയെ, ഡാമോസലിന്റെ പരിശുദ്ധിയെ വെള്ള നിറത്തിലൂടെ അല്ലെങ്കിൽ ആ ലില്ലിപ്പൂക്കളിലൂടെ കാണിക്കാം. അതാണ് എന്ത്? സിംബൽ. എന്നാൽ ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഇത്തരത്തിലുള്ള തിങ്സ് അല്ലെങ്കിൽ നിറങ്ങള് ഒബ്ജക്ട്സിനെ ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? വാക്കുകളിലൂടെ വിവരിച്ച് കാണിക്കാം. വാക്കുകളിലൂടെ ഏതുപോലെ? സ്വർഗത്തിൽ നിൽക്കുന്ന ഡാമോസലിനെ എന്ത് ചെയ്യാം? വർണ്ണിച്ച് കാണിക്കാം. സ്വർഗത്തിന്റെ രൂപം വാക്കുകളിലൂടെ നൽകാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്ത്? ഇമാജറി. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കാണിക്കുന്നതാണ് എന്ത്? സിംബൽസ്. കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് സിംബലും എന്താണ് ഇമാജറിയും തമ്മിലുള്ള വ്യത്യാസം അതറിയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2-3 സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാം, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്, അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കണം. നോക്കൂ, ഇൻ ദിസ് പോയം വെർജിൻ മേരി, കന്യാമറിയം, ഗീവ്സ് ദ ഡാമോസൽ എ വൈറ്റ് റോസ്. ഡാമോസലിന്, അതായത് കന്യാമറിയത്തെ കണ്ടുമുട്ടുമ്പോൾ കന്യാമറിയം ഡാമോസലിന് ഒരു വൈറ്റ് റോസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ പാഠഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് 1-2 ബ്ലോക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ വിശദമായിട്ട് ചാപ്റ്റർ അറിയേണ്ട ആളുകൾ, നോട്ടല്ലാതെ വിശദമായിട്ട് ചാപ്റ്റർ അറിയേണ്ട ആളുകൾ ആ വീഡിയോസ് കാണുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കന്യാമറിയം അതുപോലെ തന്നെ ബ്ലെസ്ഡ് ഡാമോസൽ ഇവരുടെ മീറ്റിംഗിൽ കന്യാമറിയം ഡാമോസലിനെ ഒരു വൈറ്റ് റോസ് പ്രസന്റ് ചെയ്യുന്നു. എന്തായിട്ട്? ആസ് എ സൈൻ ഓഫ് മേരീസ് ഫേവർ ആസ് വെൽ ആസ് ദ ഡാമോസൽസ് പ്യൂരിറ്റി. ഡാമോസലിന്റെ പ്യൂരിറ്റിയുടെയും, പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധത. അപ്പൊ ഡാമോസലിന്റെ പരിശുദ്ധതയും ആസ് വെൽ ആസ് ഫേവർ, ഡാമോസലിനോടുള്ള കന്യാമറിയത്തിന്റെ ഇഷ്ടം, ഇത് രണ്ടിൻ്റെയും സൈൻ, ഒരു സൂചനയായിട്ട് കന്യാമറിയം അവൾക്കൊരു റോസ് നൽകുന്നുണ്ട്. അപ്പൊ ആ റോസ് ഈ 2 കാര്യത്തെയാണ് സൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ ഒരു റോസ് ഈ 2 കാര്യം. അപ്പൊ അവിടെ ഈ കവിതയിൽ ആ റോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഫ്ലവർ അല്ല, അത് മറിച്ച് 2 കാര്യങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്യുന്നത്. 2 കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്യൂരിറ്റി ആസ് വെൽ ആസ് ഫേവർ ഓഫ് മേരി. മേരിയുടെ ഡാമോസലിനോടുള്ള സ്നേഹവും ഡാമോസലിന്റെ പരിശുദ്ധിയെയുമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് അതൊരു സിംബലാണ്. ദ വൈറ്റ് റോസ് ഹാസ് ബീൻ കണക്റ്റഡ് വിത്ത് മേരി ഇൻ ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫി. അപ്പൊ ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫി പ്രകാരം, അതായത് ക്രിസ്ത്യൻസിന്റെ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള അവരുടെ സിംബലുകളും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള രൂപങ്ങളും അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വൈറ്റ് റോസിന് മേരിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ദ വൈറ്റ് റോസ് ഹാസ് ബീൻ കണക്റ്റഡ് വിത്ത് മേരി ഇൻ ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫി. അപ്പൊ ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫി വെച്ചിട്ട്, അതായത് ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്ന ഫിഗേഴ്സ്, അവരുടെ കലാരൂപങ്ങൾ, അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതായത് വൈറ്റ് റോസിന് മേരിയുമായിട്ട് വളരെയധികം ബന്ധം നമുക്ക് കാണാൻ കഴിയും. ദ കളർ വൈറ്റ് റെപ്രസെന്റ്സ് പ്യൂരിറ്റി ആൻഡ് മൊറാലിറ്റി. ധാർമ്മികതയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് വൈറ്റ് നിറം, വൈറ്റ് കളർ. ദ കളർ വൈറ്റ് തന്നെ പ്രതീകമാണ്.
വൈറ്റ് റോസ് വേണമെന്നില്ല, വൈറ്റിന്റെ സിമ്പലാണ്. എന്തുകൊണ്ട്? വൈറ്റ് നിറം, വൈറ്റ് കളറ് റെപ്രസെന്റ്സ് പ്യൂരിറ്റി ആൻഡ് മൊറാലിറ്റി. വൈൽ ഇനി അടുത്തൊരു സിമ്പലാണ് എന്ത്? ദ തോൺസ് ഓഫ് ദ റോസ്. ആ റോസിലെ മുള്ളുകൾ റെപ്രസെന്റ് ദ ക്രൗൺ ഓഫ് തോൺസ് ദാറ്റ് ജീസസ് വോർ ബിഫോർ ഹിസ് ക്രൂസിഫിക്ഷൻ. ക്രൂസിഫിക്ഷന്റെ മുൻപ് യേശുക്രിസ്തു ധരിച്ചിരുന്ന ആ ഒരു മുൾക്കിരീടം. അപ്പൊ എന്താ പറയുന്നത്? ദ ക്രൗൺ ഓഫ് തോൺസ്, മുൾക്കിരീടം. അപ്പൊ ക്രൂസിഫിക്ഷൻ എന്ന് വെച്ചാൽ കുരിശിലേറ്റ, കുരിശാരോഹണം. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്, അല്ലെ? യേശുക്രിസ്തുവിനെ കൊന്നു എന്നോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി എന്നാണ് നമ്മൾ പറയാം, അല്ലെ? റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പറയണം. അപ്പൊ ആ ഒരു കുരിശാരോഹണം, യേശുക്രിസ്തു മരിച്ചു എന്നല്ലല്ലോ, കുരിശാരോഹണം. ആ കുരിശാരോഹണ സമയത്ത് അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്ന ക്രൗൺ ഓഫ് തോൺസ്, മുൾക്കിരീടം. ആ മുൾക്കിരീടത്തിന്റെ പ്രതീകമാണെന്ത്? ഈ ഒരു റോസിലെ മുള്ളുകൾ. വൈൽ ദ തോൺസ് ഓഫ് ദ റോസ് റെപ്രസെന്റ് ദ ക്രൗൺ ഓഫ് തോൺസ് ദാറ്റ് ജീസസ് വോർ, വിയറിന്റെ പാസ്റ്റാണ് വോർ, ബിഫോർ ഹിസ് ക്രൂസിഫിക്ഷൻ. ഇനി അടുത്ത രണ്ടാമത്തെ. അപ്പൊ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ വൈറ്റ് റോസും വൈറ്റ് കളറും അതുപോലെ തന്നെ തോൺസ് ഒക്കെയാണ് ആദ്യം വരുന്ന സിമ്പൽ. രണ്ടാമത്തെ സിമ്പലാണ് ലില്ലി, ലില്ലി ഫ്ലവർ. ലില്ലി ഈസ് അനദർ ഫ്ലവർ. ഈ കവിതയിൽ കാണുന്ന മറ്റൊരു ഫ്ലവർ ആണ് ലില്ലി. ലില്ലി ഈസ് അനദർ ഫ്ലവർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആസ് എ ക്രിസ്ത്യൻ സിമ്പൽ. ഒരു ക്രിസ്ത്യൻ പ്രതീകമായിട്ട്, അതായത് ക്രിസ്തുമതവുമായിട്ട് ഒരടുത്ത ബന്ധം ലില്ലി പൂവിനും ഉണ്ട്, ലില്ലി പൂക്കൾക്കും ഉണ്ട്. സോ ലില്ലി ഈസ് അനദർ ഫ്ലവർ frequently used as a Christian symbol. White lilies are traditionally used as a sign of Christ's resurrection of during Easter. ഈസ്റ്റർ ദിനം എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമാണെന്ത്? ഈസ്റ്റർ. ആ ക്രിസ്തുവിന്റെ റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണെന്ത്? വൈറ്റ് ലില്ലീസ്. അപ്പോൾ വൈറ്റ് ലില്ലീസ് ആർ ട്രഡീഷണലി യൂസ്ഡ്, പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻസ് വൈറ്റ് ലില്ലീസിനെ ഉപയോഗിക്കുന്നത് ആസ് എ സൈൻ ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ ഡ്യൂറിങ് ഈസ്റ്റർ. ദ ഡാമോസൽ ഇൻ ദിസ് പോയം, ഈ കവിതയില് ഡാമോസല് ഹോൾഡ് ചെയ്യുന്നത് 3 ലില്ലീസ് ആണ്. ഡാമോസലിന്റെ കയ്യിൽ 3 ലില്ലിപ്പൂക്കളുണ്ട്. വിച്ച് റെപ്രസെന്റ് ദ ഹോളി ട്രിനിറ്റി. ആ ലില്ലിപ്പൂക്കള് റെപ്രസെന്റ് ചെയ്യുന്നത് മഹത്വമായിട്ടുള്ള ത്രിത്വത്തെയാണ്. സ്ത്രീത്വമല്ല, ത്രിത്വം, അതായത് 3 എന്നുള്ളത്. എന്താണ് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ആണ് ഈ ഹോളി ട്രിനിറ്റി. അതായത് ത്രിത്വം എന്ന് പറഞ്ഞാൽ ഫാദർ, സണ്ണ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ദിസ് ഈസ് ദ ട്രിനിറ്റി. അതായത് ഫാദർ, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വം. ഈ ഒരു കോൺസെപ്റ്റാണ്, ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ഡാമോസലിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഡാമോസൽ ഹോൾഡ് ചെയ്ത ആ ലില്ലിപ്പൂക്കള് പ്രതിനിധാനം ചെയ്യുന്നത്. These strengthen Damosel's relationship with God and her religious commitment. ഇത് അതായത് അവളുടെ കയ്യിലെ ഈ ലില്ലിപ്പൂക്കളും അതുപോലെ തന്നെ അവളെ കണ്ടുമുട്ടിയപ്പോൾ വൈറ്റ് റോസ് അവൾക്ക് ഗിഫ്റ്റായിട്ട് മേരി നൽകിയതുമെല്ലാം എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിലുള്ള അവളുടെ ബന്ധവും, ഡാമോസലിന്റെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള അവളുടെ ബന്ധവും അതുപോലെ തന്നെ അവളുടെ റിലീജിയസ് കമ്മിറ്റ്മെന്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തോടുള്ള അവളുടെ
ആത്മസമർപ്പണം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. ആ ദൈവവുമായിട്ടുള്ള അവളുടെ ബന്ധത്തെയും അവളുടെ ദൈവവിശ്വാസത്തെയും സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് ഈ സിംബലുകൾ. മൂന്നാമത്തെ സിംബലാണ് ഫയർ. ഫയർ കംസ് ഇൻ എ വെറൈറ്റി ഓഫ് ഷേപ്സ് ആൻഡ് ഫോംസ്. ഇവിടെ ബ്ലെസ്സർ ഡാമോസൽ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് ഫയറിനെ പല രൂപത്തിൽ നമുക്ക് കാണാം, പല ഷേപ്പിലും പല തരത്തിലും, പല ഫോമിലും നമുക്ക് കാണാം. വെറൈറ്റി ഓഫ് ഷേപ്സ് ആൻഡ് ഫോംസ്. സം സബ്റ്റിൽ, ചിലയിടത്ത് വളരെ സട്ടിലാണ്. എന്താ സട്ടിൽ എന്ന് പറഞ്ഞാൽ? സട്ടിൽ, നമ്മളവിടെ ബ് എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യേണ്ട സട്ടിൽ. അപ്പൊ ചിലയിടത്ത് അത് സട്ടിലാണ്. സട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അത് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് പ്രയാസമുള്ളത്. ചിലയിടത്ത് സട്ടിലാണ്, എന്നാൽ അതേഴ്സ് ഒബ്വിയസ്. ചിലയിടത്ത് അതിൻ്റെ ആശയം അത് വ്യക്തവുമാണ്. അപ്പോൾ ഫയർ ചിലയിടത്ത് സട്ടിലാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലയിടത്ത് ഒബ്വിയസ് ആണ്. 8. The underlying symbolic meaning of fire remains constant throughout the poem. എന്നാൽ ഈ കവിതയിലുടനീളം ഫയർ എന്ന് പറയുന്ന സിംബൽ, ആ സിംബലിൻ്റെ സിംബോളിക് മീനിങ് കൺസിസ്റ്റന്റ് ആണ്. കവിതയിലുടനീളം അതിൻ്റെ സിംബോളിക് മീനിങ് ഒരേ ഒരു അർത്ഥമുള്ളൂ. ഫയർ കൊണ്ട് അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സിംബോളിക് മീനിങ് കൺസിസ്റ്റന്റ് ആണ്, മീൻസ് കോൺസ്റ്റന്റ് ആണ്, സെയിം ആണ് ത്രൂ ഔട്ട് ദ പോയം. എന്താണ് ഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർട്ടിക്കുലർലി ആസ് ദ ഓൺലി സോഴ്സ് ഓഫ് പെയിൻ ഇൻ ഹെവൻ. അതായത് സ്വർഗത്തിലെ പെയിന്, അതായത് ഡാമോസൽ അനുഭവിക്കുന്ന പെയിൻ, ആ പെയിനിനെയാണ് എന്ത് കാണിക്കുന്നത്? ഫയർ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട സിംബൽസ് ഫയർ, അതുപോലെ തന്നെ ലില്ലി, വൈറ്റ് റോസ്, ഇവയെല്ലാം എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? അപ്പൊ നമ്മൾ മൊത്തത്തിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് തീം ഡിസ്കസ് ചെയ്തു, ഫോം ഡിസ്കസ് ചെയ്തു, ഇമാജറി ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ സിംബൽസും. ഈ 4 പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇതോടുകൂടി സെക്കൻഡ് ബ്ലോക്ക് അവസാനിച്ചു. ഇനി നമ്മളുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ബ്ലോക്ക് മുഴുവനായിട്ടും ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ്സിൽ, ഒരു വീഡിയോയിൽ ഒന്ന് ചുരുക്കിയിട്ട് ഞാൻ സമ്മറൈസ് ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് സെക്കൻഡ് ബ്ലോക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കേട്ടാൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന, ഇത് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.